ജനതാദൾ എസിൻ്റെ കേരള ഘടകം പുതിയ പാർട്ടിയാകും. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിക്കുമെന്ന് മാത്യു ടി തോമസ്. ലയന സമ്മേളനം ഈ മാസം 17 എറണാകുളത്ത് നടക്കുമെന്നും പാർട്ടി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, ഈ മാത്യു ടി തോമസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ജനതാദളിൻ്റെ ലയനത്തെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? ഇത് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക? തീർച്ചയായും അജീത് ഷാദ്, കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പമുള്ള 2 MLA-മാരുള്ള ജനതാദളിലെ JDS-ലെ വിഭാഗം ഇപ്പോൾ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 MLA-മാരും ഇപ്പോ നിലവിൽ സ്പീക്കർക്ക്, നിയമസഭാ സ്പീക്കർക്ക് ഈ ലയന തീരുമാനത്തിന്റെ കത്ത് നൽകി, ഔദ്യോഗികമായി കത്ത് നൽകി. ലയന സമ്മേളനം ഈ മാസം 17-ാം തീയതി 10 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടക്കും. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജനതാദൾ പാർട്ടിയുടെ ദേശീയ സമ്പൂർണ്ണ സമ്മേളനം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കർണാടകയിൽ BJP-യുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയതും 2024-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കേന്ദ്ര മന്ത്രിസഭയിൽ പങ്കാളിയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അപ്പോൾ തന്നെ ജനതാദളിന്റെ ജനതാദൾ എസിന്റെ കേരള ഘടകം ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് കേരള ഘടകത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. അവർ പറയുന്നത് പാർട്ടി ഇന്ത്യൻ നാഷണൽ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിക്കാൻ പോവുകയാണ്. ഈ ലയന സമ്മേളനത്തോടു കൂടി തന്നെ ജനതാദൾ എസിൽ ഇപ്പോൾ അതൃപ്തരായി നിലനിൽക്കുന്ന ഇവിടെയും കർണാടകയിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സമാന ചിന്താഗതിക്കാരെല്ലാം പുതിയ പാർട്ടിയിലേക്ക് വരും. മറ്റു പാർട്ടികളിൽ പല ഘട്ടങ്ങളിൽ വിട്ടുപോവുകയും സോഷ്യലിസ്റ്റ് നിലപാട് സ്വീകരിക്കുകയും വിവിധ പാർട്ടികളിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള സമാന ചിന്താഗതിക്കാരുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തി അവരുടെ എല്ലാം ഒരു ഏകീകരണമാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJP-ക്ക് കോൺഗ്രസിനെതിരെ ഉള്ള ഒരു ബദൽ എന്ന് പറയുന്നത് രാജ്യത്ത് അത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ LDF-നൊപ്പം ഉറച്ചു നിൽക്കും. ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ മുന്നോട്ട് പോകും എന്നും പറഞ്ഞു. ഒപ്പം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ K. കൃഷ്ണൻകുട്ടിയും ഒപ്പം തന്നെ മാത്യു ടി തോമസും പങ്കെടുത്തു. സ്പീക്കർ AM ഷംസീറിന് ഔദ്യോഗികമായി MLA-മാരുടെ കത്ത് നൽകിയ ശേഷമാണ് അവർ വാർത്താ സമ്മേളനം നടത്തിയത്. അതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ചേരിക്കയുടെ സ്പേസ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവരുടെ ഒരു വലിയ കൂട്ടായ്മയാണ്. ഒന്ന്, ജനതാദൾ എസ് നിലവിൽ വഞ്ചനാപരമായ സമീപനം അവരുടെ നാഷണൽ ഘടകമായി പ്രവർത്തിക്കുന്ന കർണാടക, അതായത് നിർഭൻ, ഈ BJP-യിലേക്ക് ഇവരുടെ ഘടകം കേരളത്തിന് പുറത്തുള്ള ഘടകം പോയപ്പോൾ ഉണ്ടാകുന്ന വലിയ സ്വത്വപ്രതിസന്ധി ഇവർക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു നിലപാടെടുത്താൽ കൂറുമാറ്റത്തിലേക്ക് പോയി സ്ഥാനങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പരിശോധനയിൽ ഏറെ നാളായി ഇവർ തൃശങ്കൂലായിരുന്നു. അതിനുള്ള ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ രാഷ്ട്രീയ നീക്കത്തെ കാണേണ്ടത്, അല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായും അജിത് ഷാദ് പറഞ്ഞതാണ് ഇതിന്റെ ശരിയായ രാഷ്ട്രീയം. കാരണം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കേരളത്തിലെ ഘടകവും ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് ചേരിയും എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അധികാരത്തിന് വേണ്ടി BJP എന്ന വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനവുമായി കൈകോർക്കാനുള്ള കർണാടക ഘടകത്തിന്റെ തീരുമാനം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയുമാണ് കേരളത്തിലെ ജനതാദൾ എസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പക്ഷേ അത് തള്ളിപ്പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ MLA പദവി ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഇതിന് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കേരള ഘടകം ഉള്ളത് എന്ന നിലപാടെടുത്തുകൊണ്ട് പ്രമേയം പാസാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ നേരത്തെ അജിത് ഷാ സൂചിപ്പിച്ചതുപോലെ ദേശീയ ഘടകത്തിന്റെ തീരുമാനത്തിന് വ്യത്യസ്തമായ നിലപാടും രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് കേരളത്തിലെ ജനതാദൾ എസിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടും അവരുടെ അഭിപ്രായവും. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സ്പീക്കർക്ക് MLA-മാരുടെ കത്ത് നൽകുകയും ഒപ്പം തന്നെ തുടർന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ലയിക്കാനും ഇനി കേരളത്തിലെ LDF-നൊപ്പം ഉറച്ചു നിൽക്കാനും BJP-ക്കും കോൺഗ്രസിനുമെതിരെ ബദൽ രാഷ്ട്രീയ നയം ഉയർത്തിക്കൊണ്ട് LDF-മായി പോരാട്ടം തുടരും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇനി മത്സരിക്കുക ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കും. അതിന്റെ ലയന സമ്മേളനമാണ് ഈ മാസം 17-ന് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടക്കുക. അജിത് ഷാ.